ഒരു നിയമത്തിലൂടെ മലയാളം നമുക്ക് നിർബന്ധമാക്കുന്നു. മലയാളം നിർബന്ധമാക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് കൂടി പഠിപ്പിക്കണം. ലോകത്തെവിടെയും പോയി ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ലോകത്തെവിടെയും പോയി ജീവിക്കാൻ കഴിയുന്ന ഇംഗ്ലീഷ് ഭാഷ എന്ന പൊതുഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും അതിഗംഭീരമായി പഠിപ്പിക്കണം എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ വലിയ പഠനത്തിനൊന്നും ആവശ്യമില്ല. മലയാളവും ഇംഗ്ലീഷും തെറ്റുകൂടാതെ ഒരു പേജ് കുട്ടി അവന്റെ ഭാവനയിൽ നിന്ന് എഴുതാൻ പഠിക്കണം. കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പച്ചവെള്ളം പോലെ പഠിച്ചാൽ ലോകത്ത് എന്ത് വിഷയവും കുട്ടിയെ പഠിപ്പിച്ചെടുക്കാം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൽ വേണ്ടത് പഠിക്കുക എന്നുള്ളതല്ല, പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഹൗ ടു ലേൺ എന്ന് പഠിപ്പിക്കുക. എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കേണ്ടത്? ഇവിടെ ഈ ഗാലറിയിലേക്ക് IAS ഉദ്യോഗസ്ഥർക്ക് ഇരിപ്പുണ്ട്. അവരോട് ചോദിക്കൂ, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊരു കുട്ടി മനസ്സിലാക്കി കൊടുത്താൽ എന്തും പഠിക്കാം എന്നുള്ളതാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം മലയാളവും ഇംഗ്ലീഷും കണക്കുമാണ്. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി പാവപ്പെട്ടവർക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്കും ജീവിതത്തിൽ ഉയർന്നു വരണമെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഈ സ്കൂളുകൾ നന്നാകണം. അതിന് ഈ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളെ പരിപൂർണമായി ഞാൻ പിന്തുണയ്ക്കുക. പക്ഷെ ചില കാര്യം കൂടി പറയാം, ആർക്കും വിരോധം തോന്നേണ്ട കാര്യമില്ല, സത്യമാണ് പറയാൻ പോകുന്നത്, അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇത്രയും പറഞ്ഞപ്പോൾ അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാനൊരു കണക്കെടുത്തു. എന്നെ കേൾക്കുന്ന മറ്റ് MLA മാർ ഇതൊന്ന് കുറിച്ചെടുക്കണം. നമ്മള് ഭരണപക്ഷം പ്രതിപക്ഷമൊക്കെ കേട്ട് നാട്ടിന്റെ ഖജനാവ് കാത്തു സൂക്ഷിക്കുന്നതിൽ മന്ത്രിമാർക്ക് മാത്രമല്ല MLA മാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ചുമതലയുണ്ട്. ആരെങ്കിലും എന്റെ MLA-യുടെ ശമ്പളം വളരെ തുച്ഛമാണ്. പക്ഷേ ഞാനൊരു കണക്ക് പറയാം, ഈ പണമെല്ലാം ചോർന്നു പോകുന്നത് കണ്ട് മിണ്ടാ നിൽക്കരുത്. എന്റെ നിയോജകമണ്ഡലത്തിൽ UP LP സ്കൂളുകളായി 50 സ്കൂളുകളുണ്ട്, ഹൈസ്കൂൾ വരെ ഉണ്ട്. അതിൽ 15 സ്കൂളുകളിൽ മാത്രമാണ് 100-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ. ബാക്കി 10 എണ്ണത്തിൽ 50-നും 100-നും ഇടയ്ക്കാം. ബാക്കി 25 എണ്ണത്തിൽ 50-ൽ താഴെയാണ്, ശരാശരി 30. ഈ സ്കൂളുകളിലെല്ലാം അധ്യാപകരുണ്ട്. ഒരു സ്കൂളിൽ ഒരു കുട്ടിയും ഒരു അധ്യാപികയും. അധ്യാപിക താമസിക്കുന്നത് സ്കൂളിന്റെ ഇതുപോലെ ഒരു 3 മീറ്ററുള്ള റോഡിന്റെ അപ്പുറത്ത്. കുട്ടി വരുന്ന ദിവസം അധ്യാപിക സ്കൂൾ തുറക്കും. കുട്ടിക്കുള്ള ആഹാരവും അധ്യാപിക ഉണ്ടാക്കി കൊടുക്കും. കഴിഞ്ഞ വർഷം 2 അധ്യാപകർ ഉണ്ടായിരുന്നു. ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റിനോ MLA-ക്കോ നാട്ടുകാർക്കോ ആ സ്കൂൾ തുറന്നു വയ്ക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ഒരു കുട്ടി ഉള്ളതിന്റെ പേര് തുറന്നു വയ്ക്കുന്ന ആ ധാർമ്മികതയോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതൊരു ധാർമ്മികതയല്ല, നമ്മുടെ ദേശീയ നഷ്ടമാണ്. ആ കുഞ്ഞിനെ നശിപ്പിക്കുകയാണ്, ആ സ്കൂളിനെ നശിപ്പിക്കുകയാണ്. നാട്ടുകാര് ജീവിക്കാർ പലരും ചെയ്തു, സ്കൂൾ അടച്ചു കൂട്ടാൻ പോകുന്നു. നാട്ടുകാർ പറഞ്ഞത് അടച്ചു കൂട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഈ ഒരു കൊച്ചു പയ്യന് വേണ്ടിയിട്ട് ഇത് തുറന്നു വയ്ക്കേണ്ട, ഇത് ഏതെങ്കിലും ഓഫീസ് ആക്കുന്നുണ്ട് തെറ്റില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാനൊരു MLA, ഞാനെന്ന് കേട്ടെ 25 സ്കൂളുകളിൽ 30-ൽ താഴെ കുട്ടികളാണ് പഠിക്കുന്നത്. ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ 4 അധ്യാപകരാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി അടക്കം മന്ത്രി അടക്കം കേട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക, 25 × 4 100 ടീച്ചേഴ്സാണ് ഈ 25 സ്കൂളിൽ പഠിപ്പിക്കുന്നത്. 25 കുട്ടികൾ, 25 സ്കൂള്, ഈ 25 അധ്യാപകർ ശരാശരി 30 കുട്ടികളെ വെച്ച് പഠിപ്പിച്ചാൽ 750 കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. ഈ 100 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ 7.5, ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന 7.5 കുട്ടികളെയാണ്. ഇത് ന്യായമാണ്? ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ ശമ്പളം 25,000 രൂപ മുതൽ 40,000 രൂപ വരെ പോവുകയാണ്. ശമ്പളം 25,000 മുതൽ 40,000 രൂപ വരെയാണ് ഇവരുടെ ശമ്പളം. ഈ 7.5 കുട്ടിയെ പഠിപ്പിക്കുന്നതിന് ഈ 100 അധ്യാപകർ വാങ്ങുന്ന ഇത് എന്ത് ചെയ്യേണ്ടത്? എന്റെ മണ്ഡലത്തിൽ പട്ടാഴി എന്ന സ്ഥലത്ത് ഒരു സ്കൂൾ, 3 സ്കൂളുകളുണ്ട്. ഒരേ വാർഡിൽ 1 കിലോമീറ്ററിനുള്ളിൽ 2 സർക്കാർ സ്കൂളും ഒരു എയ്ഡഡ് സ്കൂളും. UP LP ആണ്. ആകെ പഠിക്കുന്ന കുട്ടികൾ 3 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലാണ് 70 താഴെ. ഇതിനെ എന്തുകൊണ്ട് ക്ലബ് ചെയ്ത് ഇതിനൊരു നല്ല സ്കൂളാക്കി നടത്തും? ഈ 3 സ്കൂളിനെ ക്ലബ് ചെയ്ത് ഒരു നല്ല സ്കൂളാക്കി നടത്തും. നമ്മൾ ഈ ദേശീയ നഷ്ടം, നമ്മുടെ നാട്ടിലുള്ള നഷ്ടം MLA-മാരായ നമ്മൾ കണ്ടില്ല. ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ പത്രത്തിൽ വരും, സ്കൂൾ അടച്ചുകൂട്ടാൻ MLA കൂട്ടുന്നു, ദുഷ്ടനായ MLA. അത്തരം ചിത്രീകരണമൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് പ്രധാനം, നമ്മുടെ നാടിന്റെ നന്മയാണ് നമ്മുടെ പ്രധാനം. അടച്ചുപൂട്ടണമെങ്കിൽ അടച്ചുപൂട്ടണം. അൺഎക്കണോമിക് എന്ന് പറയുന്ന അർത്ഥമില്ല. ഇത് പൊതുവിദ്യാഭ്യാസമാണ്, ലാഭനഷ്ടങ്ങളുടെ കണക്ക് പറയണ്ട. പക്ഷേ ദുരുപയോഗം ചെയ്യുക. ഒരു അധ്യാപകന് ഒരു കുട്ടി, അധ്യാപിക താമസിക്കുന്ന നേരെ മുമ്പത്തെ വീട്ടിൽ. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. മന്ത്രി MLA ഫണ്ടിൽ നിന്നും അങ്ങയുടെ വകുപ്പിൽ നടക്കുന്ന കുഴപ്പങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം ഉപയോഗിക്കണം. MLA ഫണ്ടിൽ നിന്നും MLA അസറ്റ് ഫണ്ടിൽ ചക്കുവരക്കൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിന് വേണ്ടി ഞാൻ MLA ഫണ്ട് അനുവദിച്ചുകൊണ്ട് പ്ലാൻ വരച്ച് PWD വഴി കൊടുത്തിട്ട് മാസം 9 ഒരു തീരുമാനമില്ല. ഇതിനെക്കുറിച്ച് വിളിക്കാൻ ഇത് DD-യിലേക്ക് അടിക്കും, DO-യിലേക്ക് അടിക്കും, പന്തടിക്കുന്നവർക്ക് അടിക്കുക. അടിച്ചിട്ട് അവസാനം DPA-യിലെത്തിയപ്പോൾ ഞാനൊന്ന് വിളിച്ചു. അപ്പൊ എന്നെ PWD AXC വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ MLA-യുടെ ഒരു ഫയൽ വന്നിട്ട് ഒരു കെട്ടിടത്തിന്. അവിടുന്ന് മറുപടി, ആ ഉദ്യോഗസ്ഥയുടെ പേരെനിക്കറിയാം, ഞാൻ പിന്നെ പറഞ്ഞുതരാം. പറഞ്ഞ മറുപടി, ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ അതിന് തുകയില്ല, അടുത്ത വർഷം നോക്കാമെന്ന് പറഞ്ഞു. MLA ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന വരി വായിച്ചു നോക്കാൻ, MLA ലെറ്റർ പാഡിൽ എഴുതി കൊടുത്ത കത്ത ഫയലിരിപ്പുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാനുള്ള മര്യാദ പോലും
കോമൺ സെൻസ് പോലും കാണിക്കാത്തവരെ ആ കസേരകളിൽ ഇരുത്തരുത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞു ചേർത്താം, നല്ലൊരു കാര്യം എല്ലാവർക്കും ഉള്ള. എന്റെ മണ്ഡലത്തിൽ തലച്ചിറ സ്കൂളിൽ, ഇതൊന്നും അസത്യമല്ല പറയുന്നത്, ഇതൊക്കെ അന്വേഷിക്കാവുന്നതാണ്, സത്യമാണ് പറയുന്നത്. സത്യം പറയാൻ ഈ നിയമസഭ ഉപയോഗിച്ചില്ല, പിന്നെ എവിടെ ഉപയോഗിക്കുന്നു? റോഡിൽ ഇറങ്ങിയെന്ന് പറയാൻ പറ്റും. ഞാൻ പത്രസമ്മേളനം നടത്തുന്ന ആളല്ല, ഞാൻ പറയുന്നത് ഇവിടെ പറയും. എന്റെ നിയമമണ്ഡലത്തിൽ തലച്ചിറ സ്കൂളിൽ, ഹൈസ്കൂളാണ്, ഏറ്റവും കൂടുതൽ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. എല്ലാം സാധാരണക്കാരാണ്, പണക്കാരുടെ മക്കളൊന്നുമല്ല. നിറച്ചു കുട്ടികളുണ്ട്. 9 മാസത്തിനിടയിൽ 16 അധ്യാപകരെ സ്ഥലം മാറ്റി. ആരാ? യൂണിയൻകാരൻ. ഒടുവിൽ ആ വാർഡിലെ മെമ്പറായ PTA പ്രസിഡന്റായ CPM-ന്റെ നേതാവായ ഒരു സഖാവ് ഈ മേധാക്കന്മാരെ വിളിച്ച് ഫോണിൽ അസഭ്യം പറയേണ്ടി വന്നു. കാരണം കുട്ടികൾ പഠിക്കുകയാണ്. 9 മാസത്തിനിടയിൽ 16 സ്ഥലം മാറ്റം. ഇത് ശരിയാണോ സർ? അത് തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത്തരം കൈകടത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു അധ്യാപകൻ കൂടിയാണ്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷ എനിക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും അധ്യാപകരെ പന്തടിക്കുന്ന കണക്ക് അടിക്കുക. പാവപ്പെട്ടവരെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നിയമനം കിട്ടിയാൽ പോയി പഠിപ്പിക്കണമെന്നേ. കേരളത്തിൽ എവിടെയും ജോലിയാണെന്ന് പറഞ്ഞില്ലേ PH വഴി ജോലി വാങ്ങുന്നത്? അതുകൊണ്ട് ഈ അധ്യാപകരെ കൂടെ ക്രമീകരിക്കണം. പുതിയ അധ്യാപകരെ ഇന്ന് രാവിലെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ മറുപടിയാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടോ. പുതിയ അധ്യാപകരെ നിയമിക്കലല്ല, പ്രൈവറ്റ് സ്കൂൾ, എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളുമായി നിയമിച്ചിരിക്കുന്ന അധ്യാപകരെ വ്യാപകമായി മാറ്റി നിയമിച്ചുകൊണ്ട് ഇതിനൊരു സന്തുലനാവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകൻ വേണം. അച്ഛൻ കോരി പോകത്തില്ല, ഞാൻ പുന്നലെ പോകത്തില്ല, മലപ്രദേശം ഇടുക്കിയിൽ പോവില്ല, അത്തരം പരിപാടി നടക്കില്ല. സർക്കാർ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ നിയമിക്കുന്നിടത്ത് പോയി ജോലിയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ കർശനമായ നിലപാടെടുത്ത് മന്ത്രി മുന്നോട്ട് പോകണം. അങ്ങേക്ക് എല്ലാ പിന്തുണ